ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷമെല്ലാം എനിക്ക് സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി സിമ്പിൾ ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ശരിക്കും ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. സാധാരണ നമ്മുടെ കിച്ചണിലുള്ള അരിപ്പൊടിയും പഴമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റാണ്. ശരിക്കും ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. ഒരു പുതിയൊരു റെസിപ്പി എന്ന് തന്നെ വേണ്ടിക്ക് പറയാം. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വീഡിയോയിലേക്ക് പോകാമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടുന്ന ചെറിയൊരു പഴം കൊണ്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നിറയെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1/2 kg ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്, ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഒന്നങ്ങ് മിക്സാക്കി കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക, ചെറുതായിട്ട് കളർ മാറി കിട്ടുന്നവരെ. അതുപോലെ തന്നെ നെയ്ക്ക് പകരം ബട്ടർ എടുക്കുക കേട്ടോ. ഓയിൽ കാര്യങ്ങളൊന്നും എടുക്കേണ്ട, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് ഈ ഒരു രീതിക്ക് കളറൊന്നങ്ങ് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 വലിയ സൈസ് നേന്ത്രപ്പഴം, വലുതാണെങ്കിൽ 2 എണ്ണം എടുക്കുക, ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുക്കുക കേട്ടോ. നേന്ത്രപ്പഴം നമ്മൾ പഴത്തിനെ ചെറുതായിട്ട് ഇങ്ങനെ 4 ആക്കി കട്ട് ചെയ്തെടുക്കുമല്ലോ, ആ ഒരു രീതിക്ക് കട്ട് ചെയ്തിട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. പഴുത്ത പഴം തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ. ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സാക്കിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങൾ നോക്കുക കേട്ടോ, കാരണം നിങ്ങൾ എടുക്കുന്ന പഴത്തിൻ്റെയൊക്കെ മധുരം നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂണാണ് ഇടുന്നത്, അതിൻ്റെത് കറക്റ്റ് ആയിരുന്നു. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ പഞ്ചസാരക്ക് പകരം വെള്ളം മെൽറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, ശർക്കര, അതുകൊണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടുക കേട്ടോ. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സാക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് പഴം കളറ് മാറി കിട്ടും. പഴവും തേങ്ങയൊക്കെ ഒന്ന് വറന്ന് കളറ് മാറി വരാൻ തുടങ്ങുമല്ലോ, ആ ഒരു സ്റ്റേജ് വരെ. അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ചെറുതായിട്ട് കണ്ടില്ല, അവിടെ ഇവിടെയൊക്കെ കളർ മാറിയിട്ട് 2 ഷെയ്ഡായി വന്ന ഈ ഒരു രീതിക്കാണ് കേട്ടോ വേണ്ടത്. ലാസ്റ്റ് ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സിമ്പിൾ ഫില്ലിംഗ് അല്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പഴത്തിൽ നമ്മൾ തേങ്ങ ഇട്ടില്ല ചിരകിയിട്ട്, അതിന് പകരം നിങ്ങൾക്ക് മുട്ട ഉടച്ചിട്ട് വേണ്ടിക്ക് ചിക്കിയിട്ട് അങ്ങനെ എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ചെറിയൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഓവർ വലുപ്പമില്ലാതെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വലുപ്പമൊക്കെ ഉള്ളതാണെങ്കിൽ 1 എണ്ണം മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണാണ് ഇടുന്നത്, കാരണം ഓവർ വേണ്ട. ഓൾറെഡി പഴത്തിലും മധുരം ഉണ്ട്, പിന്നെ നമ്മുടെ ഫില്ലിങ്ങും മധുരമാണല്ലോ, അതുകൊണ്ട് ചെറിയ രീതിക്കൊന്ന് മധുരത്തിൻ്റെ ആ ഒരു ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്നെല്ലാം കൂടി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 1 കപ്പ് അളവിൽ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി പുട്ടുപൊടി എടുക്കേണ്ട, ഏത് ടൈപ്പ് അരിപ്പൊടി എടുക്കുക കേട്ടോ. ഇടിയപ്പപ്പൊടി, പത്തിരിപ്പൊടി, അല്ലെങ്കിൽ നമ്മുടെ ഒറോട്ടിപ്പൊടി എല്ലാം ഇല്ലേ, അങ്ങനത്തെ ഏതെങ്കിലും എടുക്കുക, പുട്ടുപൊടി മാത്രം എടുക്കരുത്. പിന്നെ നമ്മൾ ഈ ഒരു ബാറ്റർ അരച്ചെടുക്കാൻ പോകുന്നത് ഫുള്ളായിട്ട് തേങ്ങാപ്പാലാണ് കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കാൻ നോക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ആദ്യം തന്നെ 1 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml 1 കപ്പിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ, ഒട്ടും കട്ടയും തരികളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ. അപ്പോൾ ടോട്ടൽ അടിച്ചെടുക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണേ നിങ്ങൾ തേങ്ങാപ്പാൽ. അത് എന്നിട്ട് ഓവറോൾ എല്ലാം കൂടി ഞാൻ പറഞ്ഞു തരാം എത്ര എടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാ ഞാൻ മാവ് അടിച്ചെടുത്തിട്ട് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഞാൻ 3.5 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് മിക്സിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അടിച്ചെടുക്കുന്ന സമയത്ത്. ഇനിയിപ്പോൾ ഒരല്പം കൂടി ഒഴിച്ചിട്ട് ഒന്നങ്ങ് കലക്കിയെടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി 3 ഓവറോൾ മൊത്തത്തിലുള്ള തേങ്ങാപ്പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് 3.25 കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എൻ്റെത് 250 ml മെഷറിംഗ് കപ്പാണ്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഓരോരുത്തർ എടുക്കുന്ന പൊടിക്കനുസരിച്ചിട്ടും പിന്നെ പഴത്തിൻ്റെ വലുപ്പത്തിനൊക്കെ അനുസരിച്ചിട്ട് പാലിൻ്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കി ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള അളവാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം ഇതാണ് കേട്ടോ നമ്മുടെ മാവിൻ്റെ ലൂസ് എന്ന് പറയുന്നത്. ഓവർ ടൈറ്റ് ആവാനും പാടില്ല, ഓവർ വെള്ളം പോലെ ആയി പോകരുത്. പാകത്തിനുള്ള തിക്നെസ്സോട് കൂടിയിട്ടുള്ള ബാറ്റർ തന്നെ വേണം. ഇതാണ് കേട്ടോ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് സ്നാക്ക് റെഡിയാക്കി തുടങ്ങാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബാറ്റർ നമുക്ക് നോർമൽ പച്ചവെള്ളം ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ പശുവിൻ പാൽ ഉപയോഗിച്ചിട്ടും എല്ലാം അടിച്ചെടുക്കുക കേട്ടോ. പക്ഷേ അറിയാലോ, തേങ്ങാപ്പാലിൻ്റെ രുചിയൊന്നും വേറെ തന്നെയല്ലേ, അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് ഇങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി തുടങ്ങാം.
അപ്പോൾ ഞാനിവിടെ സ്റ്റീമറിൽ കുറച്ച് വെള്ളം ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം നല്ലപോലെ ചൂടായതിന് ശേഷം ആ ഒരു ഇഡ്ഡലി തട്ടില്ലേ അതിലേക്ക് നന്നായിട്ട് ഓരോ കുഴിയിലായിട്ട് ഞാൻ നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഇഡ്ഡലി തട്ടിൻ്റെ ഓരോ കുഴിയിലായിട്ട് 1/4 ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫില്ലിങ് വെക്കുന്ന സമയത്ത് മൊത്തത്തിൽ പുറത്തേക്ക് മറിയും. അതുകൊണ്ട് ഏകദേശം ഒരു 1/4 പോർഷനിൽ ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ. അപ്പോൾ ഇതുപോലെ മാവ് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ നേരത്തെ ഫില്ലിംഗ് ഇല്ലേ റെഡിയാക്കി വെച്ചില്ല, അത് ചൂടൊക്കെ ആറിയിട്ടുണ്ടാവും. അത് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, ഓരോ കുഴിയിൽ ഓരോ മാവിൻ്റെ മുകളിലായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ 1/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുക്കുക. കാരണം ഓവർ മുകൾ ഭാഗത്തോളം മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ ഈ ഒരു ഫില്ലിങ് വെക്കുന്ന സമയത്ത് മുകളിലേക്ക് മാവ് പൊങ്ങും, എന്നിട്ട് ഒരു നീറ്റ് ഉണ്ടാവില്ല, എന്തോ ഒരു പോലെ ഉണ്ടാവും മുകൾ ഭാഗം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ കണ്ണൂർ സ്പെഷ്യൽ ചെമ്മീൻ കണ്ണപ്പമൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ലേ, അതിൻ്റെ തന്നെ ഒരു മധുരമുള്ള വേർഷനാണ് കേട്ടോ. വേണ്ടി കായ് കണ്ണപ്പം എന്നാൽ അങ്ങനെ എന്തെങ്കിലും പറയാം നമുക്ക് പേര്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ മൊത്തത്തിൽ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് മാത്രമേ കേട്ടോ ഇതിൻ്റെ വേവിൻ്റെ ടൈമുള്ളൂ. അത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പഴം കണ്ണപ്പം റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ, 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലപോലെ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾ ചൂടോടെ കാണുമ്പം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം തോന്നുന്നത് ഇത് വെന്തിട്ടില്ലേ എന്നുള്ള ചെറിയൊരു സംശയം. ഒരു കുറച്ച് എന്താ പറയുക, ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പോലത്തെ ആ ഒരു രീതിയാണ്. അത്രയും സൂപ്പർ സോഫ്റ്റാണ്. പ്രത്യേകിച്ച് അറിയാമല്ലോ, തേങ്ങാപ്പാലൊക്കെ അരച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ചൂടോടെ നിങ്ങൾക്ക് കാണുമ്പോൾ എന്തോ ഒരു വേവാതെ പോലെ തോന്നിക്കാം. പക്ഷെ നിങ്ങൾ ടെൻഷൻ ആവണ്ട കേട്ടോ. നല്ലപോലെ കൗണ്ടർ ടോപ്പിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചൂടാറിയിട്ട് മാത്രം തട്ടുന്ന സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഓരോന്നായിട്ട് നല്ലപോലെ സെറ്റ് ആയിക്കോളും. അപ്പോൾ ഞാൻ ഇതിന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ചൂടൊക്കെ നല്ലപോലെ ആറിയിട്ട് മുകൾ ഭാഗമൊക്കെ ശരിക്കും സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പതുക്കെ ഇതുപോലെ സ്പൂൺ കൊണ്ട് മാറ്റി വെക്കുക. അത്രയും സോഫ്റ്റായിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ആ ഒരു രീതിക്കുള്ള സോഫ്റ്റ്നെസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പതുക്കെ മെല്ലെ നോക്കിയിട്ട് മാത്രം സ്പൂൺ കൊണ്ടൊക്കെ എടുക്കാം. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കണേ. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇൻ്റർവൽ ടൈമിലൊക്കെ സ്നാക്സ് ടൈമിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയില്ല കിഡിലെ നൈറ്റാണ് കേട്ടോ. ശരിക്കും ഒരു 15 മിനിറ്റ് മാത്രമല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു തവണ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എനിക്ക് വന്നിട്ടുള്ള ഒരു അടിപൊളി ഗിഫ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് നമ്മുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ. അവർക്ക് പ്രിറ്റി സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ട്. അപ്പോൾ അതിൽ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ, എല്ലാ ടൈപ്പ് കളക്ഷൻസും ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് ഈ ഒരു ഗൗൺ ടൈപ്പാണ്, വൈറ്റിൽ ഗ്രീൻ കോംബോ വരുന്ന നല്ല അടിപൊളി പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അല്ല സിമ്പിളാണ്, എന്നാൽ കുറച്ചൊരു പാർട്ടി വെയറായിട്ട് തോന്നിക്കുന്ന രീതിക്കുള്ളതാണ്. അതുപോലെ തന്നെ ഇവരുടെ ജെൻസ് വെയേഴ്സ് ഉണ്ട്, കിഡ്സ് വെയേഴ്സ് ഉണ്ട്, ലേഡീസിൻ്റെ എല്ലാ ടൈപ്സും, അതുപോലെ തന്നെ അബായാസ് എല്ലാം അഫോർഡബിൾ പ്രൈസിനാണ് കേട്ടോ. ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പും ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. എന്തായാലും ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പഴം കൊണ്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്